ദൈവവിളി ഒരു സമ്മാനമാണ്. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിന് ദൈവം നൽകുന്ന പ്രകാശം ചൊരിയുന്ന സമ്മാനം. അനേക ഹൃദയങ്ങളിൽ ഒരു സ്പർശനം കൊണ്ട് ശാന്തി നിറയ്ക്കുവാനും അനേകാത്മാക്കൾക്ക് സമാധാനം പകരുവാനും ദൈവം നിയോഗിച്ച പ്രകാശഗോപുരങ്ങളാണ് ഓരോ പുരോഹിതരും. ദൈവരാജ്യത്തിലേക്ക് അനേകർക്ക് നടന്നു കയറുവാനുള്ള ഗോവണികളായി ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേക അഭിഷിക്തരുണ്ട്. അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നമുക്കിടയിൽ സഞ്ചരിക്കുന്നു. കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കൽ തന്റെ സ്വതസിദ്ധമായ സൗമ്യത കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും കർത്താവിന്റെ അജഗണത്തിന് പ്രിയങ്കരനാണ്. ജന്മം കൊണ്ട് എറണാകുളം സ്വദേശിയെങ്കിലും മിഷൻ രൂപതയായിരുന്ന കോഴിക്കോട്ടെ സേവനം സ്വയമേവ തെരഞ്ഞെടുത്ത അദ്ദേഹം 4 പതിറ്റാണ്ടുകളായി കോഴിക്കോട് രൂപതയിലെ സജീവ സാന്നിധ്യമാണ്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിന്റെ ചെറുപ്പകാലം ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ തീരുമാനങ്ങൾക്ക് അതീതമായിരുന്നു. സ്വച്ഛമായി ഒഴുകുന്ന അരുവി ജലാശയത്തിലേക്ക് എത്തിച്ചേരുന്നതുപോലെ തന്റെ സൃഷ്ടാവിന്റെ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. മലബാറിന്റെ ക്രൈസ്തവ പാരമ്പര്യത്തിന് ചരിത്രപരമായി തുടക്കം കുറിക്കപ്പെടുന്നത് 1498 വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയതോടെയാണ്. അന്ന് വാസ്കോഡ ഗാമയെ അനുഗമിച്ചിരുന്ന ഫാദർ പെട്രോ ഡി കോബിലം എന്ന പോർച്ചുഗീസ് വൈദികനാണ് മലബാറിന്റെ തന്നെ ആദ്യ മിഷണറിയായി അറിയപ്പെടുന്നത്. തുടർന്നിങ്ങോട്ട് വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ സന്ദേശവുമായി ഏറെ മിഷണറിമാർ ഇവിടെയെത്തി. സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഈ നാടിന്റെ പുരോഗതിക്ക് ഈ മിഷണറിമാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അവരുടെ ജീവിതമാതൃകയും പ്രവർത്തനങ്ങളും കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വലിയൊരു ജനത ഈ പ്രദേശങ്ങളിൽ രൂപം കൊണ്ടു. കാലക്രമേണ രൂപീകരിക്കപ്പെട്ട മംഗലാപുരം, മൈസൂർ, ലാറ്റിൻ രൂപതകളുടെ ഭാഗമായിരുന്നു ഷൊർണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളും. ജൂൺ 12 ഈ ദേശങ്ങളെ ഉൾപ്പെടുത്തി കോഴിക്കോട് രൂപത നിലവിൽ വരുന്നത്. പിയൂസ് 11 പാപ്പ പ്രഖ്യാപിച്ച ഈ പുതിയ രൂപതയുടെ സംരക്ഷണ ചുമതലയും മേൽനോട്ടവും വഹിച്ചിരുന്നത് ഇറ്റാലിയൻ ജെസ്യൂട്ട് വൈദികരായിരുന്നു. ആദ്യ രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് പോൾ പെരീനി മുതൽ 1980 വരെയുള്ള 57 വർഷക്കാലവും കോഴിക്കോട് രൂപത ഭരിച്ച മെത്രാൻമാർ ഈശോ സഭാംഗങ്ങളായിരുന്നു. 1948 മുതൽ 1980 വരെ രൂപതയ്ക്ക് നേതൃത്വം നൽകിയ ബിഷപ്പ് ആൽദോ മരിയ പത്രോണിയായിരുന്നു അവസാന ജെസ്യൂട്ട് ബിഷപ്പ്. കോഴിക്കോട് രൂപതയുടെ ചരിത്രം പരിശോധിച്ചാൽ വിദേശികളും സ്വദേശികളുമായ ഏറെ മിഷണറിമാരുടെ അക്ഷീണ പ്രയത്നം ഈ നാടിന്റെ ആത്മീയവും ഭൗതികവുമായ വികസനത്തിന് പിന്നിൽ ദൃശ്യമാണ്. രൂപത നിലവിൽ വന്നതിന് ശേഷം ആരംഭം കുറിച്ച
മലബാർ കുടിയേറ്റത്തിന്റെ പിന്നാമ്പുറങ്ങളിലും ആ വലിയ സമൂഹത്തെ വെളിച്ചത്തിൽ നയിക്കുവാൻ ഈ വൈദികർ നടത്തിയ പ്രയത്നങ്ങൾ സ്തുത്യർഹമാണ്. മലബാറിന്റെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച കോഴിക്കോട് രൂപതയുടെ ആവേശകരമായ പ്രവർത്തന പന്ഥാവിലേക്കാണ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ തോമസ് പനക്കൽ ദൈവനിയോഗത്തിന്റെ പിൻബലത്തോടെ എത്തിച്ചേരുന്നത്. തികച്ചും ഒരു ആത്മീയനും ആധുനിക കോഴിക്കോട് രൂപതയുടെ സൃഷ്ടാവുമായ ബിഷപ്പ് പത്രോണി അദ്ദേഹത്തെ രണ്ടു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നെ മംഗലാപുരം സെമിനാരിയിലേക്കാണ്, മംഗലാപുരം സെയിൻറ്റ് ജോസഫ് സെമിനാരിയിലേക്കാണ് അഭിമന്യ ആൾദോ മരിയ പത്രോണി എന്നെ അയച്ചത്. അവിടെ ഞാൻ 4 വർഷത്തെ തിയോളജി, ദൈവശാസ്ത്രം പഠിച്ചു. ദൈവശാസ്ത്രം പഠിച്ചതിന് ശേഷം എനിക്ക് വൈദിക പട്ടം നൽകി. അത് എൻ്റെ നാട്ടിലായിരുന്നു. 1976 എനിക്ക് വൈദിക പട്ടം. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിന്റെ ജീവിത വീഥികളിലെന്നും ദൈവം അദ്ദേഹത്തെ സവിശേഷമായ പരിഗണന നൽകിക്കൊണ്ടാണ് പരിപാലിച്ചു പോന്നിരുന്നത്. എവിടെയും അത്ഭുതകരമായൊരു മുൻഗണന അദ്ദേഹത്തിന് ലഭിച്ചു പോന്നിരുന്നു. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിന്റെ വിവിധ പദ്ധതികളുടെ വാഹകനായി മാറുകയും ചെയ്ത ഈ അഭിഷിക്തന്റെ അനുഭവങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും ആവേശകരമാണ്. അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള അദ്ദേഹത്തിന്റെ ഇടവക ദേവാലയമായ എറണാകുളം കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൈദിക പട്ടം അവിടെ വെച്ച് നടക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് മെത്രാനായ ആൾദോ മരിയ പത്രോണിക്കൊപ്പം കൊച്ചി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് കുരീത്തറയും ആ ദിവസത്തെ അവിസ്മരണീയമാക്കി തീർത്തു. അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ രൂപതയിൽ, നാട്ടിൽ, എൻ്റെ ഇടവകയിൽ ആദ്യമായിട്ടാണ് പട്ടവും നടക്കുന്നത്. അതിനു മുമ്പ് എല്ലാം സെമിനാരികളിലായിരുന്നു. എൻ്റെ ഇടവകയിലെ ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ് എൻ്റെ ഓർഡിനേഷൻ. അവിടെ നാട്ടിൽ വന്ന് ആൾദോ മരിയ പത്രോണി SJ എനിക്ക് തിരുപ്പട്ടം നൽകിയത്. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അവിടുന്ന് എന്നെ ആലപ്പുഴ രൂപതയിൽ നിന്നും ഇങ്ങോട്ട് കോഴിക്കോടേക്ക് അയച്ചതും, പിന്നീട് കോഴിക്കോട് രൂപതയിൽ നിന്ന് വൈദിക പട്ടം തീരുമാനിച്ച് നാട്ടിൽ വയ്ക്കാമെന്നും, അന്നും ആലപ്പുഴയിലും കൊച്ചിയിലും പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുടെ തിരുപ്പട്ടം ആൽവേ സെമിനാരിയിലായിരുന്നു. അന്നൊന്നും വീടുകൾ സ്വന്തം ഇടവകയിലൊന്നും കൊടുത്തിരുന്നില്ല. ആദ്യത്തെ തിരുപ്പട്ടം സ്വീകരണം എൻ്റെ ഇടവകയിൽ എനിക്കായിരുന്നു തന്നത്. അതിനെല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എക്കാലവും ബഹുമാനപ്പെട്ട പനക്കലച്ചനെ പിന്തുടർന്നു പോന്ന ദൈവീക തീരുമാനങ്ങൾ വിസ്മയനീയമായിരുന്നു. വളരെ സംവേദനക്ഷമമായ ഏറെ ഉത്തരവാദിത്തങ്ങളിലൂടെ അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പോന്നു. ആടുകളുടെ മനസ്സറിയുകയും അവർക്കിടയിൽ എല്ലാമായി ജീവിക്കുകയും ചെയ്യുന്നവനാണ് ഒരു ഇടയൻ. നല്ലിടയനായ ക്രിസ്തുവിന്റെ സ്നേഹമാതൃക ജീവിതത്തിൽ ഉൾക്കൊണ്ട
ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ എക്കാലവും മികച്ചൊരു ഇടവക വൈദികൻ കൂടിയായിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം കേവലം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വികാരിയായി നിയമിതനായി. പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് ജോസഫ് ദേവാലയമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഇടവക. തന്റെ സ്വതസിദ്ധമായ സ്വാധീന ശക്തിയും സ്നേഹശീലവും കൊണ്ട് വളരെ പെട്ടെന്ന് ഇടവകക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടിയ അദ്ദേഹത്തിന് 2 വർഷത്തിന് ശേഷം അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ഥലം മാറ്റം ഏവർക്കും വേദനാജനകമായിരുന്നു. എന്നാൽ തുടർന്ന് അദ്ദേഹത്തെ കാത്തിരുന്നത് വളരെ പ്രത്യേകമായൊരു ദൗത്യമായിരുന്നു. രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും മാറ്റം. അത് ചെറുകുന്ന് തിരുഹൃദയ ദേവാലയത്തിലേക്കായിരുന്നു മാറ്റം. എന്നോട് പല മുതിർന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, അയ്യോ അങ്ങോട്ട് പോകണ്ട, കാരണം അത് വയസ്സന്മാർക്ക് പറ്റിയ ഒരു പള്ളിയാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള പനക്കലച്ചന് അതവിടെ വിഷമമായിരിക്കും. തന്നെയല്ല, അവിടെ ഒരു ആശുപത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഒരു ഇതുവരെ പ്രായമുള്ളവരാണ് ഇരുന്നിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരന് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവിനോട് പറയാൻ പറഞ്ഞു. ജനങ്ങളാണെങ്കിലും എന്നെ അവിടെ നിന്ന് മാറ്റരുത് എന്നും പറഞ്ഞിട്ട് മെമ്മോറാണ്ടമെല്ലാം തയ്യാറാക്കി. എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഇല്ല, പിതാവ് എന്താണ് എന്നോട് പറയുന്നത് അത് ഞാൻ നിവർത്തിക്കും, അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് ഞാൻ കരുതും. അപ്പം അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ മാറ്റം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ആ കാലഘട്ടങ്ങളിലെ വടക്കേ മലബാർ പ്രദേശങ്ങൾ മിക്കവാറും ഏറെ സാമ്പത്തിക പരാധീനതയിൽ അകപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾ. ഈ ദേശത്തിന്റെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുക വൈദികരുടെ ഉത്തരവാദിത്തമായിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം കേവലം 3 വർഷം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ നിയോഗിക്കപ്പെട്ട ചെറുകുന്ന് ഇടവകയും വ്യത്യസ്തമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവുകൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥാനമാറ്റം സംഭവിച്ചതെങ്കിലും വളരെ പരിമിതമായിരുന്ന അവിടുത്തെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർക്കെല്ലാം വേദനാജനകമായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിലൂടെ അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ചെറുകുന്ന് റിസപ്ഷന് എത്തുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുന്നാണ്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ പിന്നെ വികാരിച്ച് നിൽക്കുന്നുണ്ട്. അതിന് ചുറ്റും ആളുകൾ നിന്ന് മാലയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളവിടെ താഴെ വാഹനം നിർത്തി എല്ലാവരും നടന്ന് നീങ്ങിയാണ്. പക്ഷേ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ നിന്നും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ഒരു ഇറ്റാലിയൻ. അപ്പോൾ അവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഇറ്റാലിയൻ. 2-3 ഇറ്റാലിയൻ സിസ്റ്റേഴ്സും ഉണ്ട് അവിടെ. അപ്പം മദർ പറഞ്ഞു, അച്ഛനോടൊരു കാര്യം ഇയാൾ ചോദിക്കുകയാണ്, എന്താണ് കരഞ്ഞത്? ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ പിന്നെ അവർ കരയുന്നു, അപ്പം ഞാനും കരയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, ഇതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ട്, വേറെ ഒന്നും അല്ല, അതല്ല കാര്യമൊന്നും. അപ്പം എന്നോട് അദ്ദേഹം തന്നെ ചോദിച്ചു, ഈ കാണുന്ന പള്ളിയാണോ? ഞാൻ പറഞ്ഞു, പള്ളിയും എനിക്കൊരു കാരണമാണ്. കാരണം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു കാലിക്കൂട് പോലെയാണ്. ഒരു 4 കെട്ടിലെ ഒരു 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 ചെറിയ കൂടാരം, മുകളിലൊരു കുരിശുള്ളത് കൊണ്ട് അത് പള്ളിയാണെന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു തോന്നല, താഴെ വരെ എത്തിയാണ് ആളുകൾ തന്നെ കുനിഞ്ഞു കയറത്തക്ക വിധത്തിലുള്ള പള്ളി. അപ്പോൾ പിന്നെ അങ്ങനൊരു പള്ളിയാണത്.
അപ്പോൾ പള്ളി കണ്ടപ്പോഴും എനിക്ക് വിഷമം ഉണ്ടായി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, പള്ളിയും ഒരു കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ ഒരു പള്ളി പണിയും, നല്ലൊരു പള്ളി ഇവിടെ ആവശ്യമാണ്, ഈ ജനത്തിന് ഞാൻ പണിയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അവർ ഇറ്റാലിയൻ ഭാഷയിൽ അയാൾ സിസ്റ്റേഴ്സിനോട് സംസാരിക്കും, സിസ്റ്റേഴ്സ് എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പം ഞാൻ അതിന് മറുപടിയൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും പിന്നെ ഞാനൊരു പള്ളി പണിയാമെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഉടനെ ചേർക്കുകയാണ്, പള്ളി പണിയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ ഇറ്റലിയിലേക്ക് വരണം. ഞാൻ പറഞ്ഞു, അത് എനിക്ക് പറയാൻ പറ്റില്ല, സാധ്യമല്ല. കാരണം ഞാൻ എൻ്റെ ബിഷപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയേണ്ടത്. അപ്പോൾ ബിഷപ്പ് നിയമിക്കുന്ന അനുസരിച്ചും ബിഷപ്പ് പറയുന്ന അനുസരിച്ച് എനിക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ആ കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെല്ലാം ഞാൻ ശരിയാക്കാം, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ ഞാൻ അച്ഛന് വീശിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അവർ കൊള്ളാം, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അന്ന് ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പിതാവിൽ നിന്നും അനുവാദം വാങ്ങി ഞാൻ ഇറ്റലി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറ്റലിയിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് കുറച്ച് ഇറ്റാലിയനൊക്കെ പഠിച്ചു. അതിന് ശേഷം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പൈസ നൽകി. ഇന്ന് മനോഹരമായിട്ടുള്ളൊരു ഒരു ദേവാലയം എനിക്കവിടെ പണിയുവാൻ സാധിച്ചു. ഇന്നവിടെ ഒരു ആ നാടിൻ്റെ തിലകക്കുറിയായിട്ട് കുന്നിൻ്റെ മുകളിൽ പ്രശോഭിക്കുന്ന ആ ദേവാലയം ഞാൻ പണിതിട്ടുള്ള ദേവാലയമാണ്. താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഓരോ ശുശ്രൂഷകനും പൂർണ്ണ ബോധ്യത്തോടെ തന്നോടുകൂടി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ദൈവം. ഓരോ നിമിഷവും അവരെ ചേർത്ത് നിർത്തുന്നതിനും തൻ്റെ സാന്നിധ്യാനുഭവത്തിൽ കൈപ്പിടിച്ച് നടത്തുന്നതിനും അവിടുന്ന് സദാ സന്നദ്ധനാകുന്നു. തുടർന്നുള്ള ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിന്റെ ജീവിതവും ഏറെ ദൈവാനുഗ്രഹം നിറഞ്ഞതായിരുന്നു. 1981 റോമിലേക്ക് ഉപരിപഠനത്തിനായി അയക്കപ്പെട്ട അദ്ദേഹം അവിടെ തിരിച്ചറിഞ്ഞതും ഊഷ്മളമായ ദൈവസ്നേഹാനുഭവങ്ങൾ തന്നെ. നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സന്ദർശനം ഞങ്ങളുടെ കോളേജിലേക്ക് അദ്ദേഹം ഒരു ദിവസം എല്ലാവരെയും കാണാനായിട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കോളേജുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കോളേജിലേക്കാണ് ആദ്യമായിട്ട് വന്നത്. ഈ കോളേജ് സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് മാർപ്പാപ്പയുടെ കീഴിലുള്ള കോളേജാണ്. അപ്പോൾ അവിടെ വന്നു. എനിക്ക് കിട്ടിയ മറ്റ് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് സെർവ് ചെയ്യുക എൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം എടുത്തു കൊടുക്കുക. ആദ്യമായിട്ട് എല്ലാവരും വന്ന് കാണണം. എല്ലാവർക്കും ഒരല്പസമയം ഒരു മിനിറ്റ് തന്നെ ഉണ്ടാവില്ല. ഓരോരുത്തരും ഞങ്ങൾ 160 അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വന്ന് ഇങ്ങനെ ഒരല്പനേരം സംസാരിക്കാനായിട്ട്. അതിനുശേഷം എനിക്ക് പിന്നെ ഭക്ഷണമുറിയിലേക്ക് വന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കാനായിട്ട്. ഞങ്ങൾ 3-4 പേരുണ്ട്. പക്ഷേ എന്നെയാണ് മാർപ്പാപ്പയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നിയമിച്ചത്. അതിന് ഞാൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും യു കേരള. അപ്പോൾ വേറെ ആഫ്രിക്കൻസൊക്കെ ഉണ്ട്. അപ്പം അവരോടൊക്കെ ഇങ്ങനെ പറയും, എൻ്റെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു കേരള. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എനിക്ക്.
ഹൃദയം നിറയെ ആത്മീയ ബോധ്യങ്ങളും തികഞ്ഞ പ്രവർത്തന സന്നദ്ധതയുമായി 1986 നാട്ടിലേക്ക് തിരികെ എത്തിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറിനെ കാത്തിരുന്നത് വയനാടിന്റെ മണ്ണായിരുന്നു. വയനാട് ചുണ്ടേലുള്ള വിശുദ്ധ യൂദാസ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രവും ആ വലിയ ഇടവകയിലെ പ്രവർത്തനങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. ഏറെ സന്തോഷകരമായ രീതിയിൽ തികഞ്ഞ സംതൃപ്തിയോടെ ആ നാട്ടുകാർക്കിടയിൽ സേവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആയിരത്തി 1986 ഞാൻ മാർച്ച് മാസം തിരിച്ച് ഇന്ത്യയിലെത്തുകയാണ്. തിരിച്ചിവിടെ വന്നപ്പോൾ പിതാവ് അഭിമന്യ ഡോക്ടർ മാക്സ്വെൽ നൊറോണ പിതാവ് എന്നെ ചുണ്ടയിൽ പള്ളിയിലേക്കാണ് വിട്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുണ്ടയിൽ ഒരു ഷ്രൈനാണ്, അവിടെ കുറച്ച് കൂളാണ്, ഇപ്പം ഇറ്റലിയിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ച് ഇവിടെ ഉള്ള അപ്പോയിൻമെൻറ്റ്സൊക്കെ വിഷമമായിരിക്കും, അതുകൊണ്ട് ചുണ്ടയിലേക്ക് പോകാമെന്ന്. അവിടെ ചെന്ന് മനോഹരമായിട്ടുള്ളൊരു പള്ളി, അന്തരീക്ഷവും ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ പ്രതീതിയാണ് എനിക്ക് ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ. ഒരു പല കുന്നുകളുടെ ഇടയ്ക്ക് ഈ ദേവാലയം വളരെ മനോഹരം. രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് മൂടൽ മഞ്ഞും ഒക്കെ കണ്ട് ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു പ്രതീതി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ 1986 ഏപ്രിൽ മാസത്തിൽ ഞാൻ അവിടുത്തെ ചാർജ് ഏറ്റെടുക്കുക. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ സേവനകാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കൗതുകകരമായ ചില സവിശേഷതകൾ അവിടെ കണ്ടെത്താൻ കഴിയും. തികച്ചും വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെയും ഉത്തരവാദിത്തങ്ങളിലൂടെയും ഇടവിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. ആത്മീയവും ഭൗതികവുമായ വലിയ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും ഒന്നിടവിട്ട് അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. ഏതാനും വർഷത്തെ ചുണ്ടേൽ ഇടവകയിലെ മാതൃകാപരമായ അജപാലന ദൗത്യത്തിന് ശേഷം അദ്ദേഹം ആനയിക്കപ്പെട്ടത് ചിറക്കൽ മിഷന്റെ ഭാഗമായിരുന്ന പിലാത്തറയിലേക്കാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം വളരെ വലുതായിരുന്നു. 1991 പിതാവ് എന്നെ കാണാൻ വരികയാണ്. അപ്പം അതിനു മുമ്പായിട്ട് എനിക്ക് മാറ്റമുണ്ടായിരുന്നു. മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക്, അതായത് കല്ലായി പള്ളിയിലേക്കായിരുന്നു എനിക്ക് ആദ്യം മാറ്റം പറഞ്ഞത്. പക്ഷെ പിന്നെ പിതാവ് വന്നിട്ട് എന്നോട് പറയുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ പിലാത്രയ്ക്ക് വിടണം, അവിടെ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പരിഹരിക്കാൻ അച്ഛന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങോട്ട് പോകാം. എന്നിട്ട് പിന്നീടാണ് എനിക്ക് ഓർഡർ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഷപ്പിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോഴെല്ലാം എപ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചുകൊണ്ടിരുന്നു. അത് എൻ്റെ അനുഭവമാണ്. ഇവിടെയും എന്നോട് ചിലരെല്ലാം വന്ന് പറഞ്ഞു, അച്ഛൻ അത്ര വലിയ ശക്തനൊന്നുമല്ല, അച്ഛൻ ഒരു പാവമാണ്, പിലാത്രയ്ക്ക് പോകരുത്.
ലാത്രയ്ക്ക് പോയാൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടായാലും ദൈവം എന്നോടൊപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ അഭിമന്യ പിതാവിൻ്റെ ഹിതം നിർവഹിക്കും. പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അതെല്ലാം തരണം ചെയ്യാൻ ഈശോ എൻ്റെ കൂടെ ഒപ്പം ഉണ്ട് എങ്കിൽ എന്നുള്ള വിചാരം. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ തീരുമാനമെടുത്തു. കർത്താവിന് വളരെ പ്രിയങ്കരനായ ഈ അഭിഷിക്തന്റെ ജീവിതവീഥികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. അനുസരണവും സമർപ്പണവും ദൈവാശ്രയബോധവും സദാ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവപരിപാലനയുടെ മാഹാത്മ്യം അനുനിമിഷം നമുക്ക് തിരിച്ചറിയാനാകുമെന്ന്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാതൃക ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ മനസ്സായാൽ ലോകത്തിന് മുന്നിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും മികച്ച പ്രേക്ഷിതനായി തീരാനാവുമെന്ന്. അതെ, സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിത മാതൃകയായി മാറിയ ഈ ശുശ്രൂഷകൻ തൻ്റെ യാത്ര ഇനിയും തുടരുകയാണ്. പ്രാർത്ഥനകളോടെ നമുക്ക് അദ്ദേഹത്തെ അനുയാത്ര ചെയ്യാം. ഫാദർ കൈറോണി എസ് ജെ ഒരു ഇറ്റാലിയൻ മിഷണറിയാണ് ആ ചെറക്കൽ മിഷൻ ആരംഭിക്കുന്നത്. അദ്ദേഹം താവം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് 12 പേരെയാണ് മാമോദീസ കൊടുക്കുന്നത്. 12 പേർക്ക് മാമോദീസ നൽകിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ചെറക്കൽ മിഷൻ ആരംഭിക്കുക. ചിത്രാഭിഷേകത്തിൻ്റെ തലേ ദിവസം അദ്ദേഹം കത്തീഡ്രൽ പള്ളി കാണാൻ വരികയാണ്. കോരിച്ചൊരിയുന്ന മഴ. ആ മഴയ്ക്ക് ഇങ്ങനെ 4 മൂലയിൽ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് അകത്ത് പുറത്തെ പ്രകാരം പെയ്യുന്നുവോ അതുപോലെ തന്നെ അകത്തും. അത് അദ്ദേഹം നേരിൽ കണ്ടു. അപ്പം അദ്ദേഹം ഉടനെ എന്നോട് വന്ന് പറഞ്ഞത് ഇതാണ്: എൻ്റെ ആദ്യത്തെ പണി ഇത് നവീകരിക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷം.